ജമ്മുകാശ്മീരിൽ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ 11 മണിവരെ 28.12% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 40 മണ്ഡലങ്ങളിലാണ് ഇന്ന് പോളിംഗ്. 1990-ന് ശേഷം ഇത്രയും സുരക്ഷിതമായൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യമായെന്ന് ബിജെപി നേതാവ് അൽതാഫ് ഠാക്കൂർ പറഞ്ഞു. ബിജെപി ശക്തി കേന്ദ്രമായ ജമ്മു മേഖലയിലെ 24-ഉം കശ്മീർ താഴ്വരയിലെ 16 സീറ്റുകളിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. 40 മണ്ഡലങ്ങളിലായി 415 സ്ഥാനാർത്ഥികൾ ഇന്ന് ജനവിധി തേടുന്നു. ജമ്മു കശ്മീരിൽ കരുത്തുള്ള ഭരണകൂടത്തിനായി വോട്ട് ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വോട്ടർമാരോട് ആഹ്വാനം ചെയ്തു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബഹുവിൽ വോട്ട് രേഖപ്പെടുത്തി. ജമ്മു കശ്മീരിൽ കഴിഞ്ഞ 35 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും മികച്ച രീതിയിൽ പോളിംഗ് നടന്നിട്ടില്ലെന്ന് ജിതേന്ദ്ര സിംഗ് പ്രതികരിച്ചു. പാക് ഭീകരരുടെ വോട്ടിംഗ് ബഹിഷ്കരണ ആഹ്വാനം ഇപ്പോൾ ഇല്ലെന്നും കേന്ദ്രമന്ത്രി ഓർമ്മപ്പെടുത്തി. पहले तो मैं ये कहूंगा कि धन्यवाद है प्रधानमंत्री मोदी जी का, भारतीय जनता पार्टी के नेतृत्व का। ये खुशनुमा माहौल जो आप देख रहे हैं, ये उत्सवमय वातावरण, ये लोकतंत्र का उत्सव, ये जमहूरियत का जश्न, ये न केवल जम्मू में बल्कि सारे के सारे जम्मू कश्मीर में कई वर्षों के बाद पहली बार देखने को मिल रहा है. मैं तो ये कहूंगा कि दिस इज द ट्रू मेन स्ट्रीमिंग ऑफ डेमोक्रेसी इन जम्मू एंड कश्मीर. ആസാദ് പാർട്ടി നേതാവ് ഗുലാം നബി ആസാദ്, മുൻ ഉപമുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ കവിന്ദർ ഗുപ്ത എന്നിവർ ജമ്മുവിൽ വോട്ട് ചെയ്തു. കഴിഞ്ഞ മാസം 18-ന് നടന്ന ആദ്യഘട്ടത്തിൽ 61%, 25-ന് നടന്ന രണ്ടാം ഘട്ടത്തിൽ 57% പേരും ജമ്മുകശ്മീരിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ജമ്മുകശ്മീരിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രത്തോളം സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ജനം, ഡൽഹി.